ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ സ്കോപ്പ് ഓഫ് ഓപ്പറേഷൻസ് മാനേജ്മെൻ്റ് ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൽ ഫസ്റ്റ് 3 പോയിൻറ്റ്സ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. ലൊക്കേഷൻ ഓഫ് ഫെസിലിറ്റീസ്, സെക്കൻഡ് പ്ലാന്റ് ലേഔട്ട്സ് ആൻഡ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ്, തേർഡ് പ്രൊഡക്റ്റ് ഡിസൈൻ. ഇനി നമുക്ക് 4th പോയിൻ്റ് മുതലാണ് പറയാനുള്ളത്. Process design. Designing of manufacturing process is another functional area of operation management. മാനുഫാക്ചറിങ് പ്രോസസ്സ് ഡിസൈൻ ചെയ്യുക, അതായത് അതെങ്ങനെ വേണം എന്നുള്ളത്. നമ്മളൊരു റോ മെറ്റീരിയൽ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആവുന്നതിൻ്റെ ഇടയിൽ കുറേ പ്രോസസ്സസ് വരുന്നുണ്ടാവും അല്ലേ, 1, 2, 3 അതിൽ കൂടുതലൊക്കെ വരുന്നുണ്ടാവും. അത് ഏത് രീതിയിൽ വേണം, എങ്ങനെയൊക്കെ വേണം എന്നുള്ളതാണ് ഇവിടെ ഡിസൈൻ ചെയ്യുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ് സെലക്ഷൻ ഓഫ് എ പ്രോസസ്, ചോയ്സ് ഓഫ് ടെക്നോളജി, പ്രോസസ് ഫ്ലോ അനാലിസിസ് ആൻഡ് ലേ ഔട്ട് ഓഫ് ദി ഫെസിലിറ്റീസ്. ഇതിൽ വരുന്ന കാര്യങ്ങളാണ് എന്തൊക്കെ, പ്രോസസ്സ് ഏതൊക്കെയാണെന്ന് സെലക്ട് ചെയ്യുക, അതിൽ യൂസ് ചെയ്യേണ്ട ടെക്നോളജീസ് ഏതൊക്കെയാണെന്ന് അതിൻ്റെ ചോയ്സ്, പിന്നെ അതിൻ്റെ പ്രോസസ് ഫ്ലോ, അതായത് ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് പോകുന്ന ആ ഒരു ഫ്ലോ അനലൈസ് ചെയ്യുക, ലേ ഔട്ട്, അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സ്, ഈ കാര്യങ്ങളൊക്കെയാണ് പ്രോസസ് ഡിസൈനിൽ വരുന്നത്. ഇതിൽ വരുന്ന മേജർ കൺസിഡറേഷൻ ഈസ് process design is to analyze the workflow for converting raw materials into final products. റോ മെറ്റീരിയൽസിനെ ഫൈനൽ പ്രോഡക്റ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിലുള്ള വർക്ക് ഫ്ലോ അനലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഈ പ്രോസസ് ഡിസൈനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. 5th point, production planning and control. It can be defined as the process of planning the production in advance, setting the exact route of each item, fixing the starting and finishing dates for each item, to give production orders to shops and to follow up the progress of products according to orders. നമ്മുടെ പ്രൊഡക്ഷൻ്റെ കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്യുക, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ്റെ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നതാണ് ഇതിൽ വരുന്നത്. അതായത് എത്ര പ്രൊഡ്യൂസ് ചെയ്യണം, അത് എത്ര സമയം കൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യണം, എപ്പോൾ തുടങ്ങണം, എപ്പോൾ അവസാനിപ്പിക്കണം, നമുക്ക് എത്ര ഓർഡേഴ്സ് കിട്ടുന്നുണ്ട്, അത് എങ്ങനെ ഡിസ്പാച്ച് ചെയ്യണം, ഈ കാര്യങ്ങളൊക്കെയാണ് പ്രൊഡക്ഷൻ പ്ലാനിങ് ആൻഡ് കൺട്രോളിങ്ങിൽ വരുന്നത്. ഇതിൽ വരുന്ന, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ പ്ലാനിങ്ങിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫങ്ഷൻസ് ആണ് പ്ലാനിങ്, റൂട്ടിംഗ്, ഷെഡ്യൂളിംഗ്, ഡിസ്പാച്ചിങ് ആൻഡ് ഫോളോ അപ്പ്. അത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. പ്രൊഡക്ഷൻ പ്ലാനിങ് ആൻഡ് കൺട്രോളിങ്ങിൽ വരുന്ന ഫസ്റ്റ് ഫങ്ഷനാണ് പ്ലാനിങ്. ഇറ്റ് ഈസ് ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് വാട്ട് ടു ഡു, ഹൗ ടു ഡു, വെൻ ടു ഡു ഇറ്റ് ആൻഡ് ഹൂ ഇസ് ടു ഡു. അതായത് എന്ത്, എപ്പോൾ, എങ്ങനെ, ആര് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ അഡ്വാൻസ് ആയിട്ട് ഡിസൈഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ പ്ലാനിങ് എന്ന് പറയുന്നത്. അപ്പം പ്രൊഡക്ഷൻ എപ്പോൾ ചെയ്യണം, എത്ര ചെയ്യണം, എങ്ങനെ ചെയ്യണം, ഏത് രീതിയിൽ ചെയ്യണം, ആ കാര്യങ്ങളൊക്കെ അഡ്വാൻസ് ആയിട്ട് മൊത്തത്തിലൊന്ന് പ്ലാൻ ചെയ്യുക. സെക്കൻഡ്, റൂട്ടിംഗ്. ഇറ്റ് ഈസ് ദി പ്രോസസ് ഓഫ് സെലക്ഷൻ ഓഫ് പാത്ത് വിച്ച് ഈച്ച് പാർട്ട് ഓഫ് ദി പ്രോഡക്റ്റ് വിൽ ഫോളോ. Routing determines the most advantageous path to be followed for department to department and machine to machine till the raw materials gets its final shape. അപ്പോൾ നമ്മൾ റൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ ആ ഒരു വഴി, റൂട്ട് പറയുക, അത് തന്നെയാണ്. അതായത് ഒരു റോ മെറ്റീരിയൽ നമ്മൾ എപ്പോൾ വാങ്ങിക്കണം, അല്ലെങ്കിൽ എവിടെ നിന്നാണ് വാങ്ങിക്കേണ്ടത്, വാങ്ങിക്കുമ്പോൾ അത് ആരാണ് ഫാക്ടറിയിൽ, അത് ഏത് ഡിപ്പാർട്ട്മെൻറ്റാണ് റിസീവ് ചെയ്യേണ്ടത്, ആ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് അതെങ്ങനെയാണ് സ്റ്റോർ ചെയ്യേണ്ടത്, പിന്നെ സ്റ്റോർ ചെയ്തിട്ട് പിന്നെ വീണ്ടും അത് പ്രൊഡക്ഷൻ പ്രോസസ്സിലേക്ക് എങ്ങനെ വരണം, ആ ഒരു റൂട്ട് ഉണ്ടല്ലോ, സ്റ്റാർട്ട് ടു എൻഡ് ആ ഒരു റൂട്ട് ഡിസൈൻ ചെയ്യുക, അല്ലെങ്കിൽ ആ റൂട്ട് പറയുന്നതിനെയാണ് നമ്മൾ റൂട്ടിംഗ് എന്നുള്ള പ്രോസസ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെലക്ഷൻ ഓഫ് പാത്ത്, വഴി സെലക്ട് ചെയ്യുക. ഓരോ പ്രൊഡക്റ്റിൻ്റെ ഓരോ പാർട്ടും ഏതൊക്കെ വഴിയിലൂടെ അല്ലെങ്കിൽ ഏതൊക്കെ റൂട്ടിലൂടെ വന്നിട്ടാണ് ഫൈനൽ പ്രോഡക്റ്റിലേക്ക് എത്തുന്നതെന്ന് പറയുകയാണ് റൂട്ടിങ്ങിൽ ചെയ്യുന്നത്. തേർഡാണ് ഷെഡ്യൂളിംഗ്. ഷെഡ്യൂളിംഗ് എന്ന് പറഞ്ഞാൽ ഡിറ്റർമൈൻസ് ദ ടൈം പ്രോഗ്രാം ഫോർ ദി ഓപ്പറേഷൻസ്. ഇറ്റ് മേ ബി ഡിഫൈൻഡ് ആസ് ദി ഫിക്സേഷൻ ഓഫ് ടൈം ആൻഡ് ഡേറ്റ് ഫോർ ഈച്ച് ഓപ്പറേഷൻ as well as it determines the sequence of operations to be followed. ഷെഡ്യൂളിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ടൈം സെറ്റ് ചെയ്യുക, അതായത് ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ ഒരു പ്രോസസ്സ് ഏത് സമയം തുടങ്ങണം, അത് ഏത് സമയമാകുന്നപ്പോഴേക്ക് ഫിനിഷ് ചെയ്യണം, നെക്സ്റ്റ് ആക്ടിവിറ്റി തുടങ്ങേണ്ട സമയം എത്രയാണ്, അല്ലെങ്കിൽ മാക്സിമം എത്ര സമയം വരെ പോകാം, അല്ലെങ്കിൽ ഒന്ന് കഴിഞ്ഞാൽ അടുത്തതായിട്ട് ഏതാ വരേണ്ടത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്യുന്നതിനെയാണ് ഷെഡ്യൂളിംഗ് എന്ന് പറയുന്നത്. സിംപ്ലി പറഞ്ഞാൽ ഓരോ ആക്ടിവിറ്റിയുടെയും ടൈം ആൻഡ് ഡേറ്റ് ഒക്കെ ഫിക്സ് ചെയ്യുക. അപ്പോൾ ഇത്രയാണ് പ്രൊഡക്ഷൻ പ്ലാനിങ് ആൻഡ് കൺട്രോളിങ്ങിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫങ്ഷൻസ്: പ്ലാനിങ്, റൂട്ടിങ് ആൻഡ് ഷെഡ്യൂളിങ്.
പ്രൊഡക്ഷൻ പ്ലാനിങ് ആൻഡ് കൺട്രോളിങ്ങിൽ നാലാമത്തെ ഫംഗ്ഷനാണ് ഡിസ്പാച്ചിങ്. അതായത് പ്ലാനിങ്, റൂട്ടിംഗ്, ഷെഡ്യൂളിംഗ്, അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് ഡിസ്പാച്ചിങ്. പ്ലാനിങ്ങിൽ നമ്മൾ എങ്ങനെ ചെയ്യണം എന്നുള്ളത് പ്ലാൻ ചെയ്യുന്നു. റൂട്ടിൽ അതിൻ്റെ പാത്ത് അല്ലെങ്കിൽ വഴി പറയുന്നു. ഷെഡ്യൂളിങ്ങിൽ അതിൻ്റെ ടൈം, ഡേറ്റ്, ആ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നു. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമുക്ക് ഡിസ്പാച്ചിങ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് ദി സ്റ്റാർട്ടിങ് ദി പ്രോസസ്സ്. ഇത്രയും പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി റിയൽ ആയിട്ടുള്ള പ്രൊഡക്ഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിനെയാണ് ഡിസ്പാച്ചിങ് എന്ന് പറയുന്നത്. It gives authority so as to start a particular work which has already been planned under routing and scheduling. Therefore, dispatching is the releasing of orders and instruction for the starting of production. Production start ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ റിലീസ് ഓഫ് ഓർഡേഴ്സിനെയാണ് നമ്മൾ ഡിസ്പാച്ചിങ് എന്ന് പറയുന്നത്. ആക്ച്വൽ പ്രൊഡക്ഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ആവുന്നത് ഈ ഡിസ്പാച്ചിങ് എന്നുള്ള ഫംഗ്ഷനിലൂടെയാണ്. അതും കൂടെ കഴിഞ്ഞ് ലാസ്റ്റ് വരുന്നതാണ് ഫോളോ അപ്പ്. ഇറ്റ് ഈസ് ദി പ്രോസസ് ഓഫ് റിപ്പോർട്ടിംഗ് ഡെയിലി പ്രോഗ്രസ് ഓഫ് വർക്ക് ഇൻ ഈച്ച് ഡിപ്പാർട്ട്മെൻറ്റ് in a prescribed pro forma and to investigate the causes of deviations from the planned performance and to take necessary actions. ഫോളോ അപ്പ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഡിസ്പാച്ചിങ്ങിൽ നമ്മൾ പ്രൊഡക്ഷൻ പ്രോസസ്സ് അങ്ങനെ തുടങ്ങിക്കഴിഞ്ഞ ശേഷം ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൽ അല്ലെങ്കിൽ ഫാക്ടറിയിൽ ഓരോ പ്രൊഡക്ഷൻ പ്രോസസ്സ് ക്യാരി ഔട്ട് ചെയ്യുന്ന ഏരിയയിലും, അതിനെയാണ് ഷോപ്പ് എന്ന് പറയുന്നത്, ക്യാരി ഔട്ട് ചെയ്യുന്ന ഏരിയയിലും അത് കറക്റ്റായിട്ട് നടക്കുന്നുണ്ടോ, പ്ലാൻ ചെയ്തതുപോലെ നടക്കുന്നുണ്ടോ. ഫോർ എക്സാമ്പിൾ ഒരു 100 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വിചാരിച്ചിട്ട് 100 തന്നെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ അത് 90 അല്ലെങ്കിൽ അതിൽ കുറവായി പോകുന്നുണ്ടെങ്കിൽ ആ ഡീവിയേഷൻസ്, വ്യത്യാസം വരാനുള്ള കാരണം എന്താണെന്നുള്ളത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക, എന്നിട്ട് അതിന് നെസസറി ആക്ഷൻസ് എടുക്കുക. ഇത്രയാണ് ഫോളോ അപ്പിൽ വരുന്നത്. അപ്പോൾ നമ്മുടെ പ്രൊഡക്ഷൻ ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റിൻ്റെ സ്കോപ്പിലാണ് നമ്മൾ പ്രൊഡക്ഷൻ പ്ലാനിങ് ആൻഡ് കൺട്രോൾ പറഞ്ഞത്. അതിൽ 5 പോയിൻറ്റ്സ് ആണ് വരുന്നത്. ഫസ്റ്റ് വൺ പ്ലാനിങ്, സെക്കൻഡ് റൂട്ടിംഗ്, തേർഡ് ഷെഡ്യൂളിംഗ്, ഫോർത്ത് ഡിസ്പാച്ചിങ് ആൻഡ് ഫിഫ്ത്ത് ഫോളോ അപ്പ്. സിക്സ്ത് പോയിൻറ്റ് ക്വാളിറ്റി കൺട്രോൾ. It can be defined as a system that is used to maintain a desired level of quality in a product or service. ഓർഗനൈസേഷനിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റിനോ അല്ലെങ്കിൽ സർവീസിനോ ഒരു ഡിസൈഡ് ലെവൽ ഓഫ്, നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ലെവലിലേക്കുള്ളൊരു ക്വാളിറ്റി ഉണ്ടെന്ന് ഉറപ്പാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രോസസ്സിനെയാണ് നമ്മൾ ക്വാളിറ്റി കൺട്രോൾ എന്ന് പറയുന്നത്. അതായത് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സിനെല്ലാം ഒരു ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള, യൂണിഫോം ആയിട്ടുള്ള ക്വാളിറ്റി ഉണ്ടാകുന്നുള്ളത് ഉറപ്പിക്കണം. അതിനു വേണ്ടി ക്യാരി ഔട്ട് ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീസിനെയും അല്ലെങ്കിൽ അതിനു വേണ്ടി ഡെവലപ്പ് ചെയ്തൊരു സിസ്റ്റത്തിനെയാണ് നമ്മൾ ക്വാളിറ്റി കൺട്രോൾ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്വാളിറ്റി കൺട്രോൾ എൻഷുവേഴ്സ് ദാറ്റ് ദി പ്രൊഡക്റ്റ് ഓഫ് യൂണിഫോം ആക്സെപ്റ്റബിൾ ക്വാളിറ്റി ഈസ് മാനുഫാക്ചർഡ്. It is the entire collection of activities which ensures that the operation will produce the optimum quality products at a minimum cost. ഏറ്റവും കുറഞ്ഞ കോസ്റ്റിൽ ഒപ്റ്റിമം ക്വാളിറ്റി ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് എൻഷുവർ ചെയ്യുക എന്നുള്ളതാണ് ക്വാളിറ്റി കൺട്രോളിൻ്റെ ഒബ്ജക്റ്റീവ്. നമുക്ക് അതിൻ്റെ സ്പെസിഫിക് ആയിട്ട് വേറെ കുറച്ച് ഒബ്ജക്റ്റീവ്സും കൂടെ ഉണ്ട്, അതൊന്ന് നോക്കാം. ഒബ്ജക്റ്റീവ്സ് ഓഫ് ക്വാളിറ്റി കൺട്രോൾ. Objectives: first one, to produce qualitative items. Second, to reduce company's cost through reduction of losses due to defects. Third, to produce optimal quality at a reduced price. Fourth, to ensure satisfaction of customers with productions or services or high quality level, to build customer goodwill, confidence and reputation of manufacturer. Sixth, to make inspection prompt to ensure quality control. 7, to check the variation during manufacturing. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്. ഫസ്റ്റ് എന്താണ്, ക്വാളിറ്റിയുള്ള ഐറ്റംസ് പ്രൊഡ്യൂസ് ചെയ്യുക. സെക്കൻഡ്, കമ്പനിയുടെ കോസ്റ്റ് കുറയ്ക്കുക, അതായത് ഡിഫക്റ്റീവായിട്ടുള്ള പ്രോഡക്റ്റ്സ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒഴിവാക്കിയിട്ട് കമ്പനിയുടെ ലോസസ് കുറച്ചിട്ട് അതുവഴി കമ്പനിയുടെ കോസ്റ്റ് കുറയ്ക്കുക. തേർഡ്, റെഡ്യൂസ്ഡ് പ്രൈസിൽ ഒപ്റ്റിമൽ ക്വാളിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുക. ഫോർത്ത്, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എൻഷുവർ ചെയ്യുക, അതായത് ഹൈ ക്വാളിറ്റി ലെവൽ കൊടുത്തിട്ട് കസ്റ്റമറുടെ ഗുഡ് വില്ല്, കോൺഫിഡൻസ്, അതൊക്കെ ആ ഒരു മാനുഫാക്ചർക്ക് കിട്ടുക.
സിക്സ്ത് ഇൻസ്പെക്ഷൻ, കറക്റ്റായിട്ട് ഇൻസ്പെക്ഷൻ നടത്തുക ക്വാളിറ്റി കൺട്രോൾ എൻഷ്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട്. സെവൻത്ത് എന്തെങ്കിലും ഡിഫറൻസ് വേരിയേഷൻ ഉണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്യുക. മാനുഫാക്ചറിങ് പ്രോസസ്സിൽ നമ്മൾ പ്ലാൻ ചെയ്തതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഡിഫറൻസ് വേരിയേഷൻ ഉണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്യുക. ഇത്രയാണ് ക്വാളിറ്റി കൺട്രോളിൻ്റെ ഒബ്ജക്റ്റീവ്സ്. സെവൻത്ത് പോയിൻറ്റ്, മെറ്റീരിയൽസ് മാനേജ്മെൻറ്റ്. ഇറ്റ് ഈസ് ദാറ്റ് aspect of operation management function which is concerned with the acquisition, control and use of materials needed and flow of goods and services connected with the production process. മെറ്റീരിയൽസ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ട റോ മെറ്റീരിയൽസ്, നമ്മുടെ പ്രൊഡക്ഷൻ പ്രോസസ്സിലേക്ക് ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ് അല്ലെങ്കിൽ വാട്ട് എവർ ദ മെറ്റീരിയൽസ്, അതിൻ്റെ അക്യൂസിഷൻ, കൺട്രോൾ, അതിൻ്റെ യൂസ്, പിന്നെ അതിൻ്റെ ഫ്ലോ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് കണക്റ്റഡ് വിത്ത് ദി പ്രൊഡക്ഷൻ, ഈ കാര്യങ്ങളൊക്കെയാണ് മെറ്റീരിയൽസ് മാനേജ്മെൻറ്റിൽ വരുന്നത്. അതായത് എത്ര മെറ്റീരിയൽസ് നമ്മൾ വാങ്ങിക്കണം, അതിൻ്റെ ക്വാണ്ടിറ്റി, അതിൻ്റെ ക്വാളിറ്റി, പിന്നെ അതിൻ്റെ കോസ്റ്റ്, നമ്മൾ എത്ര കോസ്റ്റ് കൺസ്ട്രെയിൻ, അതായത് കോസ്റ്റ് എത്ര ഇതിൽ ഒതുക്കണം, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ടാവില്ലേ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്നതുമായിട്ട് റിലേറ്റഡ് ആയിട്ട്. ആ കാര്യങ്ങളൊക്കെയാണ് മെറ്റീരിയൽസ് മാനേജ്മെൻറ്റിൽ വരുന്നത്. നമുക്കതിൻ്റെ ഒബ്ജക്റ്റീവ്സ് നോക്കാം. ഫസ്റ്റ് വൺ, ടു മിനിമൈസ് മെറ്റീരിയൽ കോസ്റ്റ് കുറയ്ക്കുക. ടു പർച്ചേസ്, റിസീവ്, ട്രാൻസ്പോർട്ട് ആൻഡ് സ്റ്റോർ മെറ്റീരിയൽസ് എഫിഷ്യൻ്റ്ലി. പർച്ചേസ് ചെയ്യുക, അത് നമ്മുടെ സ്റ്റോറിലേക്ക് റിസീവ് ചെയ്യുക, അതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ, പിന്നെ അതേപോലെ അത് നമ്മുടെ വെയർ ഹൗസിൽ സ്റ്റോർ ചെയ്യുക. ഇത്രയും കാര്യങ്ങളൊക്കെ എഫിഷ്യൻ്റായിട്ട് ചെയ്യുക. തേർഡ്, ടു റെഡ്യൂസ് കോസ്റ്റ് ത്രൂ സിംപ്ലിഫിക്കേഷൻ, സ്റ്റാൻഡർഡൈസേഷൻ, വാല്യൂ അനാലിസിസ് എറ്റ്സെട്ര. ഇത് കോസ്റ്റ് കുറയ്ക്കുക, അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, സ്റ്റാൻഡർഡൈസേഷൻ, അത് നമ്മളൊരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യുക, സിംപ്ലിഫിക്കേഷൻ, വാല്യൂ അനാലിസിസ്, ഇതിന് എത്ര വാല്യൂ വരുന്നുണ്ട് എന്നുള്ള അനാലിസിസ്, പിന്നെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഫോമിലൊക്കെ മാറ്റം വരുത്തിയിട്ട് നമുക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ കീപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാക്കുക, അതാണ് സിംപ്ലിഫിക്കേഷൻ. ഫോർത്ത്, to identify new sources of supply and to develop better relations with the suppliers. നമുക്ക് കുറേ കൂടെ എളുപ്പത്തിൽ ചീപ്പായിട്ട് കിട്ടുന്ന പുതിയ സപ്ലയേഴ്സിനെയൊക്കെ കണ്ടെത്തുക, എന്നിട്ട് അവരുമായിട്ട് നല്ലൊരു റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. ഇതൊക്കെ മെറ്റീരിയൽസ് മാനേജ്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവാണ്. പിന്നെ ഫിഫ്ത്ത് വൺ, ടു റെഡ്യൂസ് ഇൻവെസ്റ്റ്മെൻറ്റ് മെയ്ഡ് ഇൻ ദി ഇൻവെൻറ്ററീസ് ആൻഡ് ടു ഡെവലപ്പ് ഹൈ ഇൻവെൻറ്ററി ടേൺ ഓവർ റേഷ്യോസ്. അതായത് നമ്മൾ ഒരുപാട് ഇൻവെൻട്രി സ്റ്റോക്ക് ചെയ്യുന്ന ഒരു രീതി മാറ്റുക. കാരണം സ്റ്റോക്ക് ചെയ്യുന്നത് അനുസരിച്ച് നമ്മുടെ ഇൻവെൻട്രിയിലുള്ള കോസ്റ്റ് കൂടുകയാണ്. അപ്പം നമുക്ക് എത്ര ആവശ്യമുണ്ടോ കറക്റ്റ് അത്ര മാത്രമേ നമ്മളെ കയ്യിൽ, അതായത് സ്റ്റോക്ക് കൂടി പോകാനും പാടില്ല, അതായത് എന്നിട്ട് അതേപോലെ തന്നെ സ്റ്റോക്ക് കുറഞ്ഞിട്ട് നമ്മുടെ പ്രൊഡക്ഷൻ സ്റ്റോപ്പായി പോകാനും പാടില്ല. അപ്പോൾ ആ ഒരു കറക്റ്റ് റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് മെറ്റീരിയൽസ് മാനേജ്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് വരുന്നത്. ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റിൻ്റെ സ്കോപ്പിൽ വരുന്ന ലാസ്റ്റ് പോയിൻ്റാണ് എയ്ത്ത് പോയിൻറ്റ്, മെയിൻ്റനൻസ് മാനേജ്മെൻറ്റ്. എക്യുപ്മെൻറ്റ് ആൻഡ് മെഷീനറി ആർ വെരി ഇമ്പോർട്ടൻറ്റ് പാർട്സ് ഓഫ് ദി ടോട്ടൽ പ്രൊഡക്ഷൻ സിസ്റ്റം. ദെർഫോർ ദർ എഫിഷ്യൻറ്റ് യൂസേജ് ഈസ് വെരി mandatory. It is very important to see that the organization maintains plant and machinery properly. അതായത് മെയിൻറ്റെയിൻ ചെയ്യുക, ഓർഗനൈസേഷൻ്റെ വരുന്ന പ്ലാന്റ്, മെഷീനറി, പലതരത്തിലുള്ള എക്യുപ്മെൻറ്റ്സ് ഉണ്ടാവാം, അതൊക്കെ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക. കാരണം അതിന് മെയിൻ്റനൻസ് ഇല്ലെങ്കിൽ എന്താ, ചിലപ്പോൾ അത് പെട്ടെന്ന് ബ്രേക്ക് ഡൗൺ ആയി പോകാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക, അതിന് വേണ്ടിയിട്ടുള്ളൊരു ഡിപ്പാർട്ട്മെൻറ്റാണ് മെയിൻ്റനൻസ് മാനേജ്മെൻറ്റ്. ഇനി നമുക്ക് മെയിൻ്റനൻസ് മാനേജ്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, to reduce breakdown of machines,